ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മിമിക്രി മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തരെയായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ എന്താ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഋതിക് റോഷൻ ഇവിടെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ ഞാൻ എന്തോ വേണം? പ്രിയമുള്ളവരെ, ഋതിക് റോഷനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഋതിക് റോഷനെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു സുവർണാവസരം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ ഋതിക് റോഷൻ, വിളിച്ചിറക്കവനെ പെട്ടെന്നാവട്ടെ. ഓ, ആരുടെ ഋതിക് റോഷൻ എന്ന് പേരിട്ട്? നീ ആ ഋതിക് റോഷൻ? നിന്നെ കണ്ട ദൃഷ്ടിക്ക് ദോഷം വരുമല്ലോടാ. പെറ്റ തള്ള സഹിക്കില്ല. ഡാ അങ്ങോട്ടൊന്നും പോവല്ലോ, ഫുൾ വയറുകളാണ്, കറണ്ട് അടിച്ച് മരിക്കും നീ. നിങ്ങൾക്ക് അത് ശരി, നീ നല്ല ഊത്തുകാരനാടേ. മതി, ഊതിയത് മതി, ഇങ്ങ് വാ. അറിയാലോ, ഇവിടെ മാന്യമായിട്ടൊരു പരിപാടി നടക്കുകയാണ്. അടുത്ത് എനിക്കിട്ട് ഊതിക്കോ. എടാ, ഞാൻ ആരാണെന്ന് മനസ്സിലായ? സാറ് മിമിക്രി അധ്യാപകൻ. 27 കുഞ്ഞുങ്ങളെ മിമിക്രി പഠിപ്പിച്ച് മലയാള സിനിമയിലേക്ക് കയറ്റി വരുന്ന ഒരു അധ്യാപകനാണ്. നന്നായി വരട്ടെ, ഞാനും എൻ്റെ കുടുംബവും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്ത എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ് നിന്നെ മിമിക്രി പഠിപ്പിച്ച് സിനിമയിലേക്ക് കയറ്റണമെന്ന്. അപ്പം പോക്കറ്റിൽ നിന്ന് കൈയിട. നീ എന്തിനാണ് പോക്കറ്റ് കൈയിടുന്നതെന്ന് എനിക്കറിയാം. എടുത്ത് വെളിയിലിട്. ഇങ്ങോട്ട് മര്യാദയ്ക്ക് വിടുന്നില്ല. അപ്പം അറിയാലോ, ഏത് താരത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ ഭാവം, കൈകളുടെ ആക്ഷൻസ്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നീ യഥാർത്ഥ മിമിക്രി ആർട്ടിസ്റ്റ് ആകൂ, നിനക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റൂ. അറിയാലോ, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് പഠിക്കേണ്ടത്? പറഞ്ഞോളൂ. അരെ, നീ പാട്ട് പാടുവോ? ശരി, ആദ്യം നിന്റെ കലാവിരുന്ന് എനിക്കൊന്ന് ആസ്വദിക്കണം. ശരി, ആദ്യമായിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാക്സിമം തുപ്പൽ അതിനകത്തുണ്ട്. നീ ആയിട്ട് ഇനി നിറയ്ക്കണ്ട. നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോ. ഞാൻ പാട്ട് പാടാനും മൂക്കറ് പറയാനും കഥ പറയാനാണ് വന്ന. ശരി, ആദ്യം നീ ആ മിമിക്രി ഏതാണ് ചെയ്യാൻ പോകുന്നത്? അല്ല, പാട്ട്. ശരി, പാട്ടെങ്കിൽ പാട്ട് പാടിക്കോ. കമലഹാസന്റെ ഔവ്വ പാട്ട് പാടും. ഔവ്വ ഷൺമുഖി. നമുക്ക് എല്ലാവർക്കും ഔവ്വ ഷൺമുഖിയിലെ പാട്ട് കേൾക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, സാറ് താളം ഇട്ട് തരും. അതായത് രീതിയിൽ അങ്ങ് പാടിക്കണം കേട്ടാ. റെഡി? 1 2 3 4. വന്നില്ലേ? വരുത്തടാ. അടിയിന്ന് പിടി. 4ാമത്തെ കട്ടയ്ക്ക് പിടി. ആ, കറക്റ്റ്. കുറച്ചുകൂടെ കയറ്റിക്കോ. ആ, മതി, അത് മതി. എടുത്തിഞ്ഞ് വെളിയിലിട്ട്. ആ, പോരട്ടെ. മ്യൂസിക്കല്ല നീ എന്നെ. പറഞ്ഞല്ലേ ഇപ്പൊ കൊരവള്ളി കുരുങ്ങി ചത്തന. ശരി, ഇതല്ലാതെ വേറെ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ഒരു പാട്ടും വേണ്ട. നിനക്ക് ഏതെങ്കിലും ശബ്ദം. ആ, ശരി. ആരെയാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? സുരേഷ് ഗോപി. ആ, സുരേഷ് ഗോപി അറിയാലോ. ശരി, എന്നാ എടുത്തോ. ആ, മതി. വലിച്ചു വാരി വന്ന് ചവിട്ടി കുടഞ്ഞ് എടാ, വാടച്ചു പിടിയടാ. ഇതാണടാ സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് താരത്തെ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ രൂപം, ഭാവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് എല്ലാം കൂടെ എടുത്ത് വെളിയിലിട്ടല്ലേ? എടുത്തകത്ത് കയറ്റ്. ശരി, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് അനുകരിച്ച് കാണേണ്ടത്? നരേന്ദ്രപ്രസാദ്. ഞാൻ നരേന്ദ്രപ്രസാദിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്, പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്, വിത്ത് ഡയലോഗ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നീ വാച്ച് ചെയ്തോണം. ഇത് കഴിഞ്ഞിട്ടും മക്കളെ കൊണ്ട് ഞാനിവിടെ എടുപ്പിക്കും കേട്ടാ. ശരി, ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ. നരേന്ദ്രപ്രസാദ്. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കുല നിരമുത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. കണ്ടല്ലോ? റെഡി? ശരി, അത് ക്ലിയർ ആയിട്ട് അതുപോലെ അങ്ങ് എടുത്തോ.
ഇങ്ങനെയാടാ നരേന്ദ്രപ്രസാദിനെ കാണിക്കുന്ന അങ്ങനെയാണ്. എടാ ആദ്യം കൈകളുടെ സംഭവം ഉണ്ട്. ആ കൈകളുടെ ആക്ഷൻസ് എടുത്ത് കൊള്ളാം. എല്ലാം എന്തിനേയും കൂടെ വിളിച്ചിഞ്ഞ് കേട്ട് നിന്റെ നെഞ്ചി കയറിയിരുന്ന് പൊങ്കാലയിടും. ഇങ്ങനെയാടാ നരേന്ദ്രപ്രസാദ്. കുഴപ്പമില്ല. ഇപ്പം നരേന്ദ്രപ്രസാദ് സാറിനെ എല്ലാവർക്കും പഠിക്കാം. നിനക്ക് നാരങ്ങ പുഴി അറിയാമോ? അതറിഞ്ഞാൽ മതി. ഈ 2 നാരങ്ങ അസലായിട്ടൊന്ന് പുഴിഞ്ഞ് നല്ല രീതിയിൽ പുഴിഞ്ഞ് നല്ല നീര് വരണം ആദ്യം തന്നെ. ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ പുഴിച്ചിൽ നിർത്തരുത്. കൈ സൈഡുകളിലേക്കാക്കി പുഴിയൂ. കറക്റ്റ്. ഇനി വെട്ടുവലിന്റെ അസുഖം കൊടുക്കൂ. വെട്ടുവലി അത് തന്നെ. നാരങ്ങ എറിഞ്ഞ് പിടിക്കൂ. അത് തന്നെ. ഇനി അസലായിട്ട് എല്ലാരെയും കൊഞ്ഞണം കുത്തു. അത് തന്നെ. ഡയലോഗ്. പതിനാറ് കൊല്ലം മുമ്പ് നെട്ടുപിളന്ന് ചോരവണ പുഴകറിലെ പൂളി കൊണ്ടുവരവന്റെ കലയൊക്കെ ഓക്കെ. അങ്ങനെ പ്രസാദ് സാറിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് സാരത്തെ പഠിക്കാം? മധു. നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിന്റെ കാരണവർ ഭാവാഭിനയ ചക്രവർത്തിയാണ് ശ്രീ മധു. മധു സാറിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത് ആദ്യം പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, പിന്നെ നടത്തയുണ്ട്, മുഖത്ത് വരുന്ന ഭാവാഭിനയമുണ്ട്, ഡയലോഗുണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചു ചെയ്തോണം. ഭാവാഭിനയ ചക്രവർത്തി മധു. ഇങ്ങനെ വന്നിട്ട് മുഖത്ത് വരുന്ന ഭാവാഭിനയം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം കേട്ടാ. കണ്ട വന്നിറങ്ങണ കണ്ട വന്നിറങ്ങിയത് കണ്ട. ഇങ്ങനെ വന്നതിന് ശേഷം ഇനി ഡയലോഗ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കവന്റെ മുമ്പിൽ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാവാഭിനയം സൈഡിൽ നിന്ന് വാരി വിതറണം. ഇങ്ങനെ പോകാൻ. കണ്ട സൈഡിൽ നിന്ന് കുറച്ച് വാരി വിതറിയിട്ട് പോകണം. ഓക്കെ, റെഡി. ആക്ഷൻ. മൗസാറിന്റെ